ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ ഹാൻസ് അക്വ ഫാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് മെയിനായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ചിച്ചിൽഡ് ഐറ്റങ്ങളിൽ കുറച്ച് വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. പിന്നെ പോളാർ ബ്ലൂ അതിനകത്ത് വരുന്നതാണ്. പോളാർ ബ്ലൂ, പോളാർ ഗ്രീൻ, പീകോക്ക് ബാസ് അല്ലേ, പീകോക്ക് ബാസ് ഐറ്റങ്ങളുണ്ട്. ബാസിൻ്റെ വലിയ വലിയ പേരൻസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അത് ബ്രീഡിങ് ഇവിടെ ഒരു ട്രൈ നോക്കുന്നുണ്ട് അല്ലേ? അതെ അതെ, അതിനെ കുറിച്ച് നിലവിലത് ബ്രീഡാകാറായിട്ട് വരുന്നു. അപ്പോൾ അത് പരീക്ഷണത്തിൽ പിന്നെ സക്കർ ഫിഷ് ഉണ്ട്, പിന്നെ ഗ്രീൻ ടെറർ വെറൈറ്റി ഉണ്ട്, ഏഞ്ചലിന്റെ വലിയൊരു ബ്രൂഡ് സ്റ്റോക്ക് ചേർന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് പീകോക്ക് ബാസ്. പീകോക്ക് ബാസിന്റെ ഇതിപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ട് നോക്കിയതാ. ഇത് ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നൊരു ബോഡിയാണ്. ഒരടിന് മേലുണ്ട്, ഒരടി മുകളിൽ സൈസുള്ളതാണ്. നല്ല സൈസുള്ള ഫിഷാണ്. നല്ല പ്രിന്റൊക്കെ ഫീമെയിലും മെയിലും തിരിച്ചറിയില്ലല്ലോ. അത്രയ്ക്ക് നമുക്ക് തിരിച്ചറിയാം, പക്ഷേ ഈ സമയത്ത് ഇച്ചിരി പാടായിരിക്കും. അതെ, ഓക്കെ. ഇതിപ്പോൾ നമ്മളെ ഓസ്കാറിന്റെ ചെയ്ത മാതിരി പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക. അതേമാതിരി തന്നെ ബ്രീഡിങ് വരുന്നത് എഗ് ചെയ്യണത്. പിന്നെ ഇതിപ്പോ ഒരു പരീക്ഷണ സ്റ്റേജിലാണ്. ഇതിന്റെ കറക്റ്റ് കിട്ടിയില്ലേ? അങ്ങനെ. അതെ അതെ, ഈ ബാച്ചല്ല, വേറെ നിപ്പുണ്ടോ നമുക്ക്? അതെ, ഇത് ആദ്യത്തെ ബാച്ചാണ്. എന്താണ് ശരിക്കും കളറായിട്ടല്ലേ? വാലയിലൊക്കെ ഡിസൈനൊക്കെ നന്നായിട്ട്. ഇത് ശരിക്കും എത്ര മാസം പ്രായമുണ്ടാവും? എത്ര വർഷം പ്രായമുണ്ടാവും? ഇത് ഒരു 1.5 വയസ്സ് പ്രായമുണ്ട്. പ്രായമുള്ളതാണ്. ഓ, എന്താ സൈസ്! ഇതിപ്പോ എന്താ ഫീഡ് ചെയ്യണ ഇവർക്കൊക്കെ? ഇവർക്കൊക്കെ ഇച്ചിരി ലൈഫ് ഫിഷ് തന്നെ കൊടുക്കുന്നത് അല്ലേ? എന്നാലും ഇപ്പൊ എത്രയും സൈസ് ആവുള്ളൂ. ഇപ്പൊ ഇതൊരു മോൺസ്റ്റർ ഫിഷ് ആയിട്ട് നമുക്ക് ഒരു ടാങ്കിൽ ഒന്നും മാത്രം ഇട്ടൂടെ? ഇത് ശരിക്കും മോൺസ്റ്റർ ഫിഷ് വിദേശത്തേക്ക് ഒരു സ്പോർട്ടിങ്ങിന് വേണ്ടി ചൂണ്ടയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിഷാണ്. സ്പോർട്ടിംഗ് ഫിഷോടെയാണ് ഇത്. അതെ, കുളങ്ങളിലൊക്കെ ഇട്ടിട്ട് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഫിഷാണ്. ഇപ്പൊ അടുത്തന്നെ പിടിച്ചാ നല്ല ഇളക്കല്ലേ, നല്ല പവർഫുള്ള്. അപ്പോൾ നമുക്ക് ഫീമെയിൽ മെയിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ അറിയില്ല. ഹമ്പൊക്കെ വെച്ച് കുറച്ച് തിരിച്ചറിയാം. അതെ, ശരിക്കും ഇതാണ് കളർ. അതിൻ്റെ ഒരു യെല്ലോ കളർ കയറി വരുന്നത്. യെല്ലോ കളർ കയറി വരും. പിന്നെ ബ്ലാക്ക് സ്ട്രൈപ്പ് ആയിട്ട് തന്നെ ഇച്ചിരിയോടൊക്കെ തെളിഞ്ഞ് വരേണ്ടതാണ്. വട്ടം. പിന്നെ ഈ ബാസ് തന്നെ പല സ്പീഷീസ് ഉണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ പ്രിന്റുകളിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളോട് കൊടുക്കാണ്ട്? അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്താണ് കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടില്ല, ഇവിടെ ബ്രീഡിങ് ആയിട്ടില്ല. എന്നാലും അഡ്ലിഗേറ്റർ ഇത് എത്ര ഇഞ്ചിന്റെ? ഇത് 1 ഫീറ്റ് ഉള്ള കാറുകളാണ്. ഇത് കഴിഞ്ഞ ദിവസം ഒരു പോണ്ടിൽ നിന്ന് വന്നതാണ് സെയിലിന് വേണ്ടി. ഓ, എന്താ സൈസ്! ഇതിപ്പോ ഒരടിന്റെ അടുത്തായോ? ഒരടി മുകളിലുണ്ട്, ഒരടി മേലുണ്ട്. ഇത് ഷോർട്ട് നോസ് ഗാറുകളാണ്. ഇവരാണ് വലിപ്പം വെക്കുന്നത്, പെട്ടെന്ന് വലിപ്പം വെക്കുന്നത്, വലിയ സൈസായി വരുന്നത്. ലോങ് നോസ് ഗാർ ഉണ്ട്, അത് ചെറിയ കുഞ്ഞുങ്ങളെ ഇപ്പം നമ്മുടെ ഉള്ളൂ. അതെ, അപ്പോൾ കൊണ്ടുവന്നവർക്ക് ഇനി വളർത്താതെ എളുപ്പമല്ലേ? ഇത് അത്യാവശ്യം ഫീഡൊക്കെ നന്നായിട്ട് എടുക്കുന്ന. എത്ര പീസ് കിടക്കേണ്ട ടാങ്കിൽ? ഇതിനകത്തൊരു 7 പീസോളം ഉണ്ട്. ഇതിലുണ്ടല്ലോ പീകോക്ക് ബാസ് വലുത്. ഇത് നമ്മൾ ആദ്യം കണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബാച്ചാണ്. ഇത് ഒരു വയസ്സ്. അതായത് പേറേഷൻ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവര്. ഒരു പേരൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ചെറുതല്ലേ? കുറച്ചുകൂടെ ചെയ്ത് യെല്ലോ കളർ കാണുന്നല്ലേ? ഇത് ഈ സൈസ് കൊടുക്കില്ലേ? ഈ സൈസ് കൊടുക്കും. ഇതിപ്പോ ഒരു അടിന്റെ അടുത്ത് ഇത് ആയിട്ടുണ്ട്. ഒരടിന്റെ അടുത്തുണ്ട്. പേറേഷനൊക്കെ കാണിച്ചു തുടങ്ങിയ ഫിഷുകളാണ് ഇത്. ഈ ഒരു ടാങ്കിൽ ഇപ്പൊ എന്താ കിടക്കുന്നത്? സക്കർ അല്ലേ? സക്കർ. ഈ വലിപ്പമുള്ള സക്കർ. ഇതിനകത്ത് രണ്ട് വെറൈറ്റി. ആൽബിനോ. അത് അൽബിനോ വരുന്നത്. ബ്ലാക്ക് വെറൈറ്റി. ഇതിപ്പോ എന്ത് പർപ്പസിന് വേണ്ടി, ബ്രീഡിങ്ങിന് വേണ്ടി ചെയ്ത ഈ പൈപ്പ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോണ്ടിൽ ഒന്ന് ബ്രീഡ് ചെയ്ത ബാച്ചാണ്. നമ്മൾ ടാങ്കിൽ അതിന്റെ ഒരു എന്തെങ്കിലും മെത്തേഡുകൾ ഒന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒക്കെ വെറും പരീക്ഷണം അല്ലേ? പീകോക്ക് ബാസ് ചെയ്ത മാതിരി. കുഞ്ഞുങ്ങളെ കിട്ടോ? ഇതിനകത്ത് കിട്ടിയിട്ടില്ല. പോണ്ടിൽ വിട്ടപ്പോൾ നമുക്ക് കുഞ്ഞ് കിട്ടിയ ബാച്ചാണ്. അതെ, കുറെ പീസ് കിടക്കണ്ടല്ലേ? പീസ് ഉണ്ട്. ഇനിയിപ്പോൾ എണ്ണം കൂടിയിട്ടാണെന്നൊരു സംശയമുണ്ട്, അതാണ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത്. അതൊക്കെ വലിയ സൈസാണല്ലോ. ഇത്ര വലുപ്പമുള്ള സക്കർ ഇവിടെ കൊടുക്കാണ്ടാവോ? സക്കർ വലുപ്പമുള്ള അവൈലബിൾ ആണ്. കൊടുക്കാണ്ട്. ലൈറ്റും കൂടെ അടിക്കും. ഓക്കെ. അൽബിനോ, ഈ അൽബിനോ ഇതൊന്ന് ഇറങ്ങി വരുന്നതാണോ അതോ സെപ്പറേറ്റ് വേറെ വരുന്നതാണ്? സെപ്പറേറ്റ് തന്നെ വരുന്നതാണ്. അൽബിനോയ്ക്ക് ഇച്ചിരി ഡിമാൻഡ് ഉണ്ട്, റേറ്റും ഇച്ചിരി വ്യത്യാസമുള്ള. മൺകലങ്ങളും പൈപ്പും ഒക്കെ വെച്ച്
ഓ എന്താ ഇത്? ഇതിപ്പോൾ എത്ര മാസം പ്രായമായ സക്കറായിരിക്കും ഇതൊക്കെ? ഇതൊക്കെ ഒരു വയസ്സ് നമ്മൾ പ്രായമുള്ളവരാണ്. ഒരു വയസ്സിൻ്റെ മേലെ പ്രായമുണ്ട് അല്ലേ? ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി തന്നെ അറേഞ്ച് ചെയ്ത പീസുകളാണ്. കയ്യിലെടുക്കാൻ വയ്ക്കുക. ഓ കയ്യിലെടുക്കുമ്പോഴാണ് ആ ഷാർക്ക് ഇതൊക്കെ ശരിക്കും കാണും അല്ലേ? അതെ അതെ. നമുക്കിപ്പോൾ ഫീമെയിൽ മെയിൽ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ? ഇല്ലല്ലോ. മെയിലും തിരിച്ചറിയാം. എഗ് ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാവുന്നേ ഉള്ളൂ. വയറ് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കും. അടുത്തെടുക്കുന്നുണ്ട് ഇത് നമ്മളൊന്നും ചെയ്യില്ല, കൈ കൊണ്ടൊക്കെ എടുക്കാം അല്ലേ? അത് പിടിക്കുമ്പോൾ ഇച്ചിരി ഹാൻഡിൽ നോക്കി പിടിക്കണം. എക്സ്പെർട്ട് ആളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഓ നല്ല രസമുണ്ട്. ശരിക്കും ഈ വലിപ്പമുള്ളൊക്കെ ശരിക്കും മാർക്കറ്റിൽ എന്ത് റേറ്റ് വരും? ഇത്ര വലിപ്പമൊക്കെ ഒരു അടിയൊക്കെ ആയിട്ട്? ഒരടി ആയിട്ടുള്ളതിന് മാർക്കറ്റിൽ ഒരു 500 രൂപ മുകളിലേക്ക് റേറ്റ് പ്രതീക്ഷിക്കാം. അത്രയൊക്കെ വരുന്നുള്ളൂ. ഞാൻ അതിൻ്റെ അൽബിനോ നോക്കിയൊക്കെ. അൽബിനോ ഉള്ള സാധനത്തിൻ്റെ കൂടെ ഇട്ടില്ല. ഇതിപ്പോൾ അതിൻ്റെ അൽബിനോ. ഇത് അൽബിനോ. ഓ അൽബിനോ കാണാൻ രസമുണ്ടല്ലോ. ആഹാ കയ്യിലെടുക്കുന്നു. അൽബിനോ എന്താ ബ്രീഡിങ്ങിന് കുറച്ച് പ്രയാസമുണ്ടോ അൽബിനായിട്ട്? അൽബിനോ അത്ര അങ്ങോട്ട് കുഞ്ഞ് കിട്ടുന്നില്ല, മറ്റേത് കണക്ക് തന്നെ. അതെ, ബ്ലാക്കാണ് നന്നായി വരുന്നത്. പ്രയാസം അല്ലേ? അപ്പോൾ റേറ്റിൽ വ്യത്യാസം വരും. വ്യത്യാസമുണ്ട്, ഏകദേശം ഒരു ഇരട്ടി വിലയുണ്ട് ബ്ലാക്കിന് വരും. അതിൻ്റെ വായ ഭാഗം അതല്ലേ? ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ അൽബിനോ. ശരിക്കും ഇത് എന്ത് പർപ്പസിലാണ് നമ്മളൊരു ടാങ്കിൽ ഇത് സക്കർ ചെയ്യുന്നത്? സക്കർ ശരിക്കും ടാങ്ക് ക്ലീൻ ചെയ്യും എന്ന് പറയുന്നത്, വേസ്റ്റ് ചെയ്യുന്നൊക്കെ ചിലർ പറയും. എന്നാലും ആൽഗയൊക്കെ കഴിക്കും ചെയ്ത് പോകും. ഓക്കെ. ഇത് ശരിക്കും മാർക്കറ്റിലൊക്കെ എന്ത് റേറ്റ് വരാറുണ്ട് ഇതിനൊക്കെ? ഇതിനൊരു 1000 രൂപ മുകളിലേക്ക് മാർക്കറ്റിൽ വരും അൽബിനാകുമ്പോൾ അല്ലേ? വലുപ്പമുള്ള ചെറിയ സ്ലോ ഗ്രോത്താണ് വരുന്നത് ഇതിനെ? ഇത് എണ്ണം കുറഞ്ഞു കിടക്കുമെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഗ്രോ ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഒരു 50 രൂപ മുകളിലേക്കും വരും. എന്നാലും ഇവർക്ക് ഒരു നാച്ചുറൽ പോണ്ടാണ് ഇവർക്ക് ഏറ്റവും സെറ്റപ്പ് അല്ലേ? മണ്ണൊക്കെ അവിടെയാണ് കൂടുതലും നടക്കുന്നത്. ബെസ്റ്റ് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് പോണ്ടിൽ ഇതാകുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇതോടെ ചെയ്ത് കഴിഞ്ഞാൽ വമ്പ സക്സസ് ആവും. അല്ലേ? മുട്ട കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. അതെ നോക്കുന്നത്. എന്തായാലും വിജയിക്കുന്ന ഉറപ്പാണ്. നോക്കി വെക്കാം നമുക്ക് അല്ലേ? ഇതപ്പോൾ വലിയൊരു പോണ്ടിൽ ഇതൊക്കെ ഇതെന്താ? ഇത് ഇച്ചിരി വലിയ മീനുകൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ വരാലൈറ്റം ഉണ്ട്, പിന്നെ റെഡ് തിലാപ്പിയ, സ്നേക്ക് ഹെഡ് ഒരു പെല്ലറ്റ് ഫീഡ് കഴിക്കുന്ന സ്നേക്ക് ഹെഡുകളാണ് ഇതൊക്കെ എല്ലാവരും. റെഡ് തിലാപ്പിയ ഇത് ഇവിടെ കഴിക്കുന്നത്. ഇതിനുള്ള ടേസ്റ്റ് അല്ലേ ഈ സാധനം? ഇത് ടേസ്റ്റാണ്. ആദ്യമൊക്കെ അലങ്കാര രീതിയിൽ കഴിക്കാനായിട്ടും ഗ്രോത്ത് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഓരോ ദിവസം ഓരോന്ന് കഴിക്കാൻ വേണ്ടിയിട്ടത്. നല്ല പവർഫുൾ ആണല്ലോ. പിന്നെ ഈ തിലാപ്പിയ നമ്മുടെ കയ്യിലുള്ളതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ബ്ലാക്ക് സ്പോട്ട് പരമാവധി കുറഞ്ഞ സ്പീഷീസ് ആണ്. ഇത് റെഡ് വളരെ നല്ല റെഡിഷ് ആയിട്ടുള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. കഴിക്കാൻ ഉപയോഗിക്കുന്നതൊപ്പം തന്നെ ഭംഗിയുണ്ട്. നല്ല ഏജുള്ള നല്ല എന്താണ് സ്നേക്ക് ഹെഡ്? ഈ എളുപ്പമായില്ലേ? ശരിക്കും എന്ത് പ്രായം ഉണ്ടാവും ഇതിന്? ഇത് ഒരു 8 മാസമൊക്കെ പ്രായം. 8 മാസം പ്രായമുള്ള വരാല്. 1 കിലോ സൈസാണ് ഇത്. ഓക്കെ. ഈ ഒരു നോര തിന്ന് വരുന്നവർക്ക് സ്വാഭാവികം വരുന്നതാ? നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്ത കാരണം ഒരു മീക്കസ്. അതെ. ഓക്കെ. ഇത് കഴിക്കാൻ ഫീഡ് കൊടുത്ത് തന്നെ ഇതിനെ വളർത്താനും പറ്റും. അതാണ് തീറ്റ തിന്ന് വളരുന്ന ഒരാളാണ്. ഓക്കെ. ഇതിപ്പോൾ ഈ ടാങ്കിൽ കിടക്കുന്നത് ഇത് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ്. നമ്മളൊരു 1.5 വയസ്സോളം ആയതാണ്. 1.5 വയസ്സ് പ്രായത്തിലാണ് ഇത് കൊടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ബ്രീഡിംഗ് ലൈനിൽ തന്നെ കീപ്പ് ചെയ്തേക്കുന്നതാണ്. അതെ, ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവർക്കൊക്കെ ലൈഫ് ഇതിന് ലൈവ് വേണമെന്നില്ല, കഴിക്കും. ഫിഷുകൾ പെല്ലറ്റ് കഴിക്കും. ഓക്കെ. അതിനകത്ത് വളരെ 1.5 വർഷം മുന്നേ കൊണ്ടിട്ടതല്ലേ? അതെ. ഇത്രയും അക്വേറിയത്തിൽ ഇപ്പം എന്താ ചെയ്യുന്നത്? ഈ ഒരു സെക്ഷൻ ശരിക്കും നമുക്ക് ചിച്ചിലിൻ്റെ പോളാർ ബ്ലൂ ചിച്ചിലുകളുടെ അതിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ പേറുകളാണ് ഇൻഡിവിജ്വൽ ടാങ്കിൽ കൂടെ. ഫീമെയിലൊക്കെ നല്ല എഗ്ഗായ ഫീമെയിൽ നമുക്ക് കാണാം. കളറാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ
എഗ് ജി. അതിന് വേണ്ടിയിട്ട് പോട്ട് വെച്ചിരിക്കുക. പോട്ട് വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ പോയി മുട്ടയിടും അല്ലേ? ഏകദേശം അത് കറക്റ്റ് അവിടെ തന്നെ ഒരു 90% അവിടെ തന്നെ പോയി മുട്ടയിടും. മുട്ടയിടും. അപ്പോൾ ഇതിൻ്റെ കൺഫേം പെയർ ആയിട്ട് കൊടുക്കാറുണ്ടോ? അപ്പോൾ പെയർ ആയിട്ട് അങ്ങനെ നമുക്ക് ഇത് ഷോപ്പിൽ നിന്ന് നമ്മൾ എല്ലാ രീതിയിലും സെയിലുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതലും ബൾക്കായിട്ടുള്ള ഹോൾസെയിലായിട്ട് തന്നെയാണ്. ഇതൊരു പുതിയൊരു പെയർ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഇച്ചിരി എൻഗേജുകാരാണ്. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ടാവും? ഉണ്ട്. പോളാർ നമുക്ക് അത്യാവശ്യം ഹോൾസെയിലായിട്ട് നമുക്കൊരു 25 രൂപ റേഞ്ചിലൊക്കെ. ഇത് പെയർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ ബാച്ചുകളാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങൾ തന്നെ വലുതായ പെയറുകളാണ്. ഇത് ബ്ലൂ ഡയമണ്ട് വെറൈറ്റിയാണ്. മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയുണ്ട് ഓൾറെഡി. ആ ചില്ല് നോക്കി അറിയാം. ഒരു ചില്ലയിൽ മുട്ട ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസമൊക്കെ ഇന്ന് തന്നെ ഇട്ട് അവർ തന്നെ നോക്കിക്കോളൂ. അവരെ ഗാർഡ് ചെയ്ത് നിൽക്കുവാണ്. വേറെ നമ്മൾ അതിൻ്റെ ഒരു 5 പേരോളം ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ ഡയമണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ടർക്കോയിസും ലെപ്പേഡും രണ്ടും മെയിലും കുഞ്ഞുങ്ങളവരുടെ മേത്തെ കൂടെ ശരിക്കും മുലയൂട്ടുന്ന മത്സ്യങ്ങൾ എന്നറിയപ്പെടുന്ന മീനാണ്. അവരുടെ മ്യൂക്കസാണ് കുഞ്ഞുങ്ങൾ. വഴുവഴുപ്പ് കഴിച്ചാണ് അവരുടെ ഇനീഷ്യൽ വളർച്ച. വേറെ തീറ്റയൊന്നും തന്നെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. മെയിൽ ഒരു വെറൈറ്റി, ഫീമെയിൽ വേറെ വെറൈറ്റിയാണിത്. രണ്ട് ഐറ്റം കുഞ്ഞുങ്ങളും കിട്ടും നമുക്ക്. അതിറങ്ങും. മെയിലും ഫീമെയിലും നന്നായിട്ട് കെയർ ചെയ്യും കുഞ്ഞുങ്ങളല്ലേ? അതെ. അവരുടെ ഹെൽത്താണ് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ഹെൽത്തും സർവൈവലും ഒക്കെ വരുന്നത്. ഇത് വേറെ വെറൈറ്റി ചിച്ചിൽഡാണ്. ബ്ലൂ അക്കാറ. മുട്ടയിട്ട് അത് നമ്മൾ പെയർ മാറുന്നവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. സെറ്റായിട്ട് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ പെയർ പിടിച്ച് മാറ്റുന്നത്. പെയറായത് വേറെ ബാച്ച് കിടപ്പുണ്ട്. ഗപ്പികൾ കുറച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെറ്റൽ ബ്ലാക്ക് ലേസ്. വലിയ സൈസുള്ളതാണല്ലോ. അതെ, ബ്രീഡിംഗ് സൈസിലേക്ക് ആയതാണ്. റേഞ്ചിലേക്ക് എത്തി. ഇത് കൺഫേം പെയർ ഇതൊക്കെ കൺഫേം പെയറുകളാണ്. ഇത് ബ്ലൂ വെറൈറ്റി ആണ്. ഫീമെയിലും മെയിലും. ഇത് വേറെ ക്യാപ്പുള്ള റെഡ് സ്ട്രെയിനാണ്. കൊയ്സോട്. സോഡുകളിൽ ഇച്ചിരി ചെയ്യാൻ ഏറ്റവും ഭംഗിയുള്ള സാന്താക്ലോസ് എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം ഇറങ്ങിയത്. പോളാർ വൈറ്റിൻ്റെ സെക്ഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ട് പേരായിട്ടിരിക്കുന്ന പോളാർ വൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് തന്നെ വേണ്ടേ? അത് വൈറ്റ് തന്നെ വേണം. പിന്നെ രണ്ടും പോളാർ വൈറ്റും ബ്ലൂടെ ക്രോസ് ചെയ്താലും കുഞ്ഞുങ്ങളുണ്ടാവും. രണ്ട് ഐറ്റത്തിലേതായാലും വലുതാണ് മെയില്. ഇട്ടേക്കും. അത്യാവശ്യം പെയറുകൾ തന്നെയാണ്. എല്ലാം തന്നെ കൺഫേം പെയറാണ്. ഒരിക്കൽ ജോഡി ആയിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ജോഡി ആകുന്നതിന് മുന്നേ ചിലപ്പോൾ ഇച്ചിരി വഴക്കൊക്കെ കൂടും, അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ പോളാർ വൈറ്റും നമുക്ക് ഹോൾസെയിലില്ല ഇവിടെ? ഉണ്ട്. പോളാർ വൈറ്റും ഹോൾസെയിൽ. മെയിൽ നല്ല സൈസ്. മെയിൽ നല്ല സൈസിലേക്ക്. ഇതൊക്കെ എത്ര മാസം പ്രായമായ മെയിലായിരിക്കും ഇതൊക്കെ ഇപ്പോൾ കാണുന്നത്? ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഒരു 3 മാസം ആയപ്പോൾ ഒരു ഏജ് ഒരു 7 മാസം 8 മാസമൊക്കെ ആയതായിരിക്കും. ഈ ബ്രീഡിംഗ് പെയറിന് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതിനൊക്കെ പ്രത്യേകിച്ച് ലൈഫ് ഫുഡാണ് കൊടുക്കുന്നത്? പെല്ലറ്റ് തന്നെ കൊടുക്കല്? ലൈഫ് ഫുഡുകൾ കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. പെല്ലറ്റ് ഫുഡ് നമ്മളിപ്പോൾ റൈഫിസ്റ്റിൻ്റെ ഫീഡൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അമ്പലൂരുള്ള സൗച്ചേട്ടനാണ് ഫീഡൊക്കെ ചെയ്യുന്നത്.
ഇത് പിന്നെ ഏഞ്ചലിൻ്റെ മാത്രം സെക്ഷനാ? ഈ ഒരു സെക്ഷൻ ഏഞ്ചലിൻ്റെ പേരൻസ്. ഏഞ്ചലിൻ്റെ മാത്രമല്ലേ? ഏഞ്ചൽ മാത്രമാണ്. മിക്സ് ഗപ്പി ഐറ്റം കുറച്ച് നമ്മുടെ ഷോപ്പിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി കുറച്ച്. മൊയ്ന കൾച്ചർ. ഗപ്പിക്ക് ഏഞ്ചലിന് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെ അതെ. ഗപ്പികളാണ് ചെയ്യണത്. പിന്നെ നമുക്ക് ഇച്ചിരി സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ഇതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇച്ചിരി അവിടെ കൂടുതലും നമ്മുടെ ക്രേഫിഷ് ഉണ്ടല്ലേ? ക്രേഫിഷ് കുറച്ച് ഐറ്റങ്ങളുണ്ട്. ഏതൊക്കെ കളർ അത്? ഇതിപ്പോൾ നമുക്ക് റെഡ് ഉണ്ട്, റെഡിൽ തന്നെ മാൽബ്രോ റെഡ് ഉണ്ട്, വൈറ്റ്, 3 കളറാണ്. ഇത് നമുക്ക് റീറ്റെയിലോ ഹോൾസെയിലോ കൂടെ ഉള്ളത്? രണ്ടുമുണ്ട്. രണ്ടുമുണ്ട്. ഇപ്പം ഇത് പേരൻ്റ് ആണ്, വലിയ സൈസാണ്, ചെറിയ കൊടുക്കാനുള്ളത്. ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങളല്ലേ? ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ്. നമുക്കിനി ഇതിനെ സോർട്ട് ചെയ്ത് വലിപ്പം വരുന്നവർ മാറ്റി മാറ്റി ഇടണം. ഒരു ഇച്ചിരി അറ്റാക്കിംഗ് ആണ് അവർ, അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേരം വലിപ്പം വെക്കുള്ളൂ. സോർട്ട് ചെയ്യാറായവരാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിധം ഇപ്പോൾ എല്ലാം നോക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അക്വറി ഷോപ്പ് ഉണ്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ അതിന്റെ സെയിൽ ഔട്ട്ലെറ്റ് ശരിക്കും ഷോപ്പിൽ നിന്നാണ്. ഇവിടെ എല്ലാം അവിടെ തന്നെ കൊടുക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആർക്കും വന്ന് മേടിക്കാം. അതാകുമ്പോൾ ഫാമത്തെ ഡയറക്റ്റ് കിട്ടും. അതെ അതെ. ഇപ്പോൾ നേരത്തെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബൾക്ക് ഓർഡർ ആണെങ്കിലും അവിടെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അത് ശരിക്കും എവിടെയാണ് കറക്റ്റ് സ്ഥലം? അത് തൊടുപുഴ തന്നെ പട്ടയംകവല എന്ന് പറയും. ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ, ഫാമിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. പട്ടയംകവലയാണ് എൻ്റെ. തൊടുപുഴ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ. തൊടുപുഴ ടൗണിൽ നിന്ന് 3 കിലോമീറ്ററോളം ഉണ്ട്. 3 കിലോമീറ്റർ. കുറേ ഷോപ്പിലുള്ള വലിയ വലിയ ഫിഷിനൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഇതും കൊയ്ക്കാർപ്പ്, പിന്നെ വലിയ വലിയ അലിഗേറ്റർ കാറ്, അതൊക്കെ സെറ്റപ്പ് ആക്കാനുള്ള ഒരു ടാങ്കുകളാണിത്. വലിയ വലിയ പോണ്ടുകളാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അക്വേറിയ മാത്രമല്ല, ഇതേമാതിരി ഒരു അക്വേറിയ ഷോപ്പിലൊക്കെ കാണുന്നത് അപൂർവമായിരിക്കും ഇത്രയും വലിയ പോണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു ഫാമത്തെ അതേമാതിരി തന്നെ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മളെ കൊയ്ക്കാർപ്പുകൾ, വലിയ കൊയ്ക്കാർപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ വലിയ കൊയ്ക്കാർപ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഡ്രമ്മുകൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഈ അക്വേറിയ ഷോപ്പിൻ്റെ ഏറ്റവും ഒരു ബാക്കിൽ. വോയിസ് റിപ്പീറ്റാണ്. ഇതിപ്പോൾ ഏതാ കാണുന്നത്? ഇത് ലോറി ഐറ്റങ്ങളാണ്. ആൾക്കാർക്ക് നല്ല താല്പര്യമുള്ള ഒരു ഐറ്റമാണ്. ഫ്രൂട്ട്സാണ് ഇവരുടെ മെയിൻ ഭക്ഷണം അല്ലേ? നല്ല കളറാണല്ലോ. 3-4 കളർ ഉണ്ടായിരുന്നു അല്ലേ? നന്നായിട്ട് ഇണങ്ങും, സംസാരിക്കാനും കഴിവുള്ളവരാണ്. അതെ. ഇതിപ്പോൾ കൺഫേം പെയറാണ് ഇപ്പോൾ കാണുന്നത്? കൺഫേം പെയറാണ്. ഗ്രീൻ ആപ്പിൾ ലോറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത്. നല്ല അടിപൊളി സാധനമാണ്. ഇത് ഡോവ് വെറൈറ്റിയാണ്. പ്രാവിൻ്റെ ഒരു ടൈപ്പ് അല്ലേ? അതെ അതെ. ഒരു ജോഡിയാണ്. നന്നായിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നവരാണ്. കുറച്ച് ഫീഡൊക്കെ മതി. അതെ അതെ. ഫിഞ്ചസിൽ ഇച്ചിരി വലിപ്പമുള്ള ജാവ ഫിഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിപ്പോൾ നമ്മൾ 3 കളറോളം ഉണ്ട്. ഇവിടെ വൈറ്റ് ഉണ്ട്, ഫേണുണ്ട്. അത് ചുണ്ടൊരു ചുവപ്പ് കളറായിട്ടില്ലേ? ചുണ്ടിന് ചെറിയ ചുമപ്പുകളുണ്ട്. നല്ല സൗണ്ടാണ് ഇവരുടെ സ്വീറ്റ് വോയിസ് ആണ് ഇവരുടെ. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇത് വെറൈറ്റിയാണ്. ഇത് കട്ട് ത്രോട്ട് ഫിഞ്ച് എന്ന് പറയും. ഇതിൻ്റെ മെയിലിൻ്റെ കഴുത്തിൻ്റെ ചുണ്ടിൻ്റെ താഴെയായിട്ടൊക്കെ നമുക്ക് റെഡ് മാർക്കിങ് കാണാം. അതെ അതെ. ഫീമെയിലിന് പ്രത്യേകിച്ച് മാർക്കിംഗ് ഇല്ല. നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഗ്രേ. ഹാൻഡ് ഫീഡ് ചെയ്യാൻ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും എൻക്വയറി എപ്പോഴും ഉള്ളതാണ്. അതെ. ഇതൊക്കെ ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നതാണത്? ഇത് ലോക്കൽ ആൾക്കാർ ബ്രീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം. ഇത് കോണിയൂർ വെറൈറ്റിയാണ്. സ്മോൾ കോണിയൂർ വെറൈറ്റികളിൽപ്പെട്ട യെല്ലോ സൈഡിലെ കോണിയൂറാണ്. ഇത് നന്നായിട്ട് ഇണക്കം കാണിക്കുന്നവരാണ്. ഓക്കെ. ഇത് ശരിക്കും കോണിയൂർ വെറൈറ്റിയിൽ തന്നെ പൈനാപ്പിൾ കോണിയൂർ. അതെ അതെ. ഇത് ഇച്ചിരി റെഡ് ഫാക്ടറൊക്കെ ഉള്ള പീസുകളാണ്. നല്ല റെഡ് കളറ്. കോണിയൂരിൽ റേറ്റ് കുറഞ്ഞതായിരിക്കും അല്ലേ? കോണിയൂറിൻ്റെ റേറ്റ് മീഡിയം റേറ്റ് വരുന്ന ഐറ്റമാണ് ഇത് വരുന്നത്. കോണിയൂർ കോക്ടെയിലിൽ വൈറ്റ് ഫേസ് എന്ന് പറയുന്നത്. വൈറ്റ് ഫേസ് നോർമൽ വെറൈറ്റികളൊക്കെ ഇച്ചിരി റേറ്റൊക്കെ ഉണ്ട് ഇതിന് വരും അല്ലേ? ഇത് ലുട്ടീനോ വെറൈറ്റിയാണ്. ഒരു സിംഗിൾ പീസായിട്ട് ഇവിടെ ഉള്ളൂ. അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്.
ഇത് ആഫ്രിക്കൻ ലവ് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൽ നല്ല വെറൈറ്റിയാണ്. നെല്ലോയും റെഡും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. ഇതിനകത്ത് തന്നെ 2 വെറൈറ്റി ഉണ്ട്. ചുമന്ന ചുണ്ടുള്ളവർ ഇച്ചിരി കൂടിയ വെറൈറ്റിയാണ്. വൈറ്റ് ഉള്ളത് ആഫ്രിക്കൻസിൻ്റെ വേറെ മ്യൂട്ടേഷൻ 2 ഐറ്റങ്ങളുടെ പേരാണ്. ഒത്തിരി വെറൈറ്റി ഉണ്ട്. ആഫ്രിക്കൻസ് ഒത്തിരി വെറൈറ്റി വരുന്നുണ്ടല്ലേ. ഫിഞ്ചസ് നോർമൽ ഫിഞ്ചസ് ആണ്. സീബ്ര ഫിഞ്ചസ് എന്ന് അറിയപ്പെടുന്ന ചെറിയ ടൈപ്പ്. ഇത് ലവ് ബേർഡ്സിൽ റെഡ് ഐ വെറൈറ്റിയിലാണ്. അത് വൈറ്റ്, യെല്ലോ എന്നീ ഷെയ്ഡുകളിലാണ് എപ്പോഴും വരുള്ളൂ. ലവ് ബേർഡ്സിൽ കുറച്ചുകൂടി വെറൈറ്റി കൂടുതലുണ്ട് ഇവർക്ക്. സാധാ ബഡ്ജീസ് ലവ് ബേർഡ്സ് എന്ന് അറിയപ്പെടുന്നു. നോർമലായിട്ടുള്ളതായിട്ട്. ഇത് ബംഗാളി ഫിഞ്ചസ് ആണ്. നന്നായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നവരാണ്. കാരണം കൂടിയ വെറൈറ്റികളൊക്കെ ചെയ്യുന്നവരെല്ലാം തന്നെ കീപ്പ് ചെയ്യുന്ന ഈ ഐറ്റമാണ്. ഇത് ഫിഞ്ചസ് ഇത് ഫിഞ്ചസ് ആണ്. വൈറ്റ് ശരിയാണ്. നല്ല വലിയ സൺകോണൂരാ. സണ്ണുണ്ട്. കോണിയറുകളിൽ ഇച്ചിരി വലിപ്പമുള്ള വെറൈറ്റികളായ സണ്ണും ജെൻഡെ കോണിയറുകളാണ്. 2ൻ്റെയും പേരാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തേക്ക് ആ പഴം കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴിക്കണ്ടല്ലേ? അതെ ഇവർക്ക് കുറച്ച് കൺഫേം പേരുകളുണ്ടെങ്കിൽ അതെ DNA ചെയ്ത പേരുകളാണ്. അതെ. പിന്നെ ഫ്രൂട്ട്സ് ഇവർക്ക് കൊടുക്കും. അതോടൊപ്പം ധാന്യങ്ങളാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. മറ്റുള്ള നല്ല കളർഫുള്ളാണ്. അത് ഏജ് ആകുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ അഡൽട്ടാണ്. അതാണ് അവർക്ക് കളർ അത്ര ആവുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ അത്ര ഷെയ്ഡായിരിക്കില്ല. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ കൊണ്ടായാലും ഈ കൈ എടുക്കില്ലേ? ഇതിപ്പോൾ കണക്കുള്ള കാരണം കുഴപ്പമില്ല. പിന്നെ ഇവർക്ക് സീഡ് മിക്സ് വരുന്നുണ്ട്. കോണിയൂറിൻ്റെ സീഡ് മിക്സുകളുണ്ട്. അത് നന്നായിട്ട് കഴിക്കും. ഇത് വെള്ള എലികളാണ്. അതെ കുഞ്ഞുങ്ങൾ തള്ളയും കുഞ്ഞുങ്ങളുമാണ്. ഇതൊരു ആർട്ടാണ്. ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട്? ശരിക്കും ചെറുപ്പത്തിലെടുത്ത് കയറി ചെയ്താൽ നല്ല പെറ്റായി മാറും ഇവര്. നമുക്ക് പൈത്തന ഫീഡിങ്ങിന് വേണ്ടിയാണ് കൂടുതൽ ഇത് ബൾക്കായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്ക് ഓർഡറുകൾ അതിന് വേണ്ടിയാണ് കൂടുതലും വരുന്നത്. അതെ ഇതിപ്പോൾ 2-3 വൈറ്റ് കളറാണ് ഇവർ. ആൽബിനോ വെറൈറ്റിയാണ്. കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഇത് നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ്. അപ്പോൾ അവർ സർവൈവലുണ്ട്. നന്നായിട്ട് കെയർ ചെയ്യും കുഞ്ഞുങ്ങളെ. നമ്മളെ ഈ ഹാംസ്റ്ററിൻ്റെ മാതിരി തന്നെയാണതും. ആണ്. ഗ്ലാസ്സിലിട്ട് അക്വേറിയത്തിലിട്ട് അവർ ഇറങ്ങിപ്പോകാതെ നമ്മൾ നന്നായിട്ട് നോക്കണം. ഇറങ്ങിപ്പോകാതെ നോക്കണം. ഇതിലിപ്പോൾ ഫീമെയിൽ മാത്രമേ ഇത് കിടക്കുന്നുള്ളൂ? കൂടുതലും ഫീമെയിലുകൾ ബ്രീഡ് ചെയ്യാറാകുമ്പത്തിന് നമ്മൾ മാറ്റിയിടുന്നതാണ് ഇതിനകത്തേക്ക്. മെയിലിന് കൂടെ ഇടാറില്ല. അത് അതിൻ്റെ മുന്നത്തെ ബാച്ച് കുഞ്ഞുങ്ങളാണ്. ഇച്ചിരി വലിപ്പമുള്ള കുഞ്ഞുങ്ങളും പേരൻറ്റും കാണും. ഇത് മൈസ് വെറൈറ്റിയാണ്. റാറ്റല്ല. അത് ഇത് ഇത്രേ ആവുള്ളൂ. മാക്സിമം സൈസാണത്. 4 കുഞ്ഞുങ്ങളാണ് അതിൻ്റെ അടിയിൽ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കാണുന്നില്ല. എന്ന് വേണമെങ്കിൽ തുടയ്ക്കണോ? കണ്ണ് ചെറിയ കുഞ്ഞുങ്ങളെ കാണാം നമുക്കതിനകത്ത്. ഇത് ഈ വലിപ്പം വെക്കുള്ളൂ. നല്ല കുഞ്ഞുങ്ങൾ അതേമാതിരി ഇതൊക്കെ സെറ്റപ്പ് ആക്കിയല്ലേ? നാച്ചുറലായിട്ട് സെറ്റപ്പിൽ. അത് വേറെ കളർ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അതെ ഇത് ക്രോസ് ബ്രീഡിങ് എല്ലാ കളറും ഇതിനകത്ത് അത്യാവശ്യം കുഞ്ഞുങ്ങൾ 2 കളറായിട്ട് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഇതേമാതിരി ഗ്ലാസ്സിലൊക്കെ ഒരു കുഴപ്പമില്ല ചെയ്യാം. ഇവരൊക്കെ ഇറങ്ങിപ്പോകാൻ നോക്കാന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതാ മൈസിൻ്റെ തന്നെ വേറെ ബാച്ചാണ്. ഹോബിക്ക് വളർത്തണമല്ലേ? അല്ലാതെ ഫീഡിങ്ങിനല്ലല്ലോ? ഇതും ഫീഡിങ്ങിന് യൂസ് ചെയ്യും. നമ്മളോട് നന്നായിട്ട് ഇണങ്ങോ? മൈസ് നന്നായിട്ട് ഇണങ്ങും. നമ്മളിതെല്ലാം ചെറുപ്പത്തിൽ അവരൊന്ന് കൈകാര്യം ചെയ്യണം. വളർത്തുന്നതനുസരിച്ചിരിക്കും. ഉണ്ട്. ബാക്കി സെയിലായതാണ്. അതുണ്ട്. കിട്ടും. എല്ലാ കളറും തന്നെ. ഇത് പോമറേനിയനും
സ്വിറ്റ്സ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് ഇവിടെ. എത്ര മാസമായി? ഇതിപ്പോൾ ഒരു 2.5 മാസം ആയിട്ടുള്ളൂ. അതിൻ്റെ തൊപ്പിന് അധികം വരില്ലല്ലേ? രോമം ഇച്ചിരി കുറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൽ 2 വെറൈറ്റിയും വരാറുണ്ട്. ഇത് ഏത് പൂച്ചകളാണ്? ഇത് പേർഷ്യൻ. പേർഷ്യനാണ്. ഇച്ചിരി ഇത് ഏത് പഞ്ചാ വരുന്നത്? ഇത് ഡോള് തന്നെയാണ്, പക്ഷേ ഇത് ഇച്ചിരി സൈസാകുന്ന വെറൈറ്റിയാണ്. മെയിലാ? ഷെഡായിട്ട് ഉപയോഗിക്കുന്നത്? മെയില്. ഇത് കുഞ്ഞുങ്ങളാ, അത്ര പ്രായമുള്ളവരല്ല. സത്യമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇതിപ്പോൾ ഒരു 3.5 മാസം. അത്ര ആയിട്ടുള്ളൂ. അല്ല, തന്നെയാണ്. ഫിഷ് ഐറ്റംസ് ഫിഷ് ഐറ്റം സ്നേക്ക് ഹെഡാണ്. നല്ല സൈസാണ്. ഒരു പേർ, അതെ, ഏകദേശം ഒരു പേരക്ഷണമൊക്കെ കാണിക്കുന്ന ഫിഷോടെയാണ് അവർ. ഈ അലിഗേറ്റർ കാറ് നമ്മളൊരു കാറ് വരുന്നുണ്ട്. ഈ ഒരു സൈസാകുമ്പോൾ ഏകദേശം എത്ര വർഷമാണ് അതിന്? ഇതിൽ ഒരു 2-3 വർഷം ഉണ്ടാവില്ലേ? 2 വർഷമൊക്കെ മതിയായിരിക്കും ഇത് ശരിക്കും. ഇത് അലിഗേറ്റർ എത്ര വയസ്സാണ്? ഇതൊരു 2 അടിയുള്ള പീസാണ് ഇത്. ഇത് കൊടുക്കില്ലേ 2 അടിൻ്റെ ഒക്കെ? ഉണ്ട്. അലിഗേറ്റർ കാല് പല സൈസിലുള്ള അവൈലബിൾ ആണ്. സ്നേക്ക് ഹെഡ് ആണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും സ്നേക്ക് ഹെഡിൻ്റെ ആണെങ്കിലും ഉണ്ട്. സ്നേക്ക് ഹെഡ് ചെറുത് വിടണ്ട്? ഉണ്ട്. ഇത് അലിഗേറ്റർ ഏതാ? ഇത് അലിഗേറ്ററിൻ്റെ തന്നെ ഫ്ലോറിഡ ഗാർ എന്ന് പറഞ്ഞ് വരുന്നതാണ്. ഇതൊരു ലോങ് നോസ് ഗാർ എന്ന് പറയും. ഇത് നല്ല പ്രിൻ്റ് ആയിരിക്കും. ബോഡിയിൽ നല്ല വലുതാകുന്നതനുസരിച്ച് നല്ല പ്രിൻറ്റുകൾ വരും. സ്ലോ ഗ്രോത്ത് ആണ്. എന്നാലും ഒരു 2 അടി വരെയൊക്കെ വലിപ്പം വരും. ഒത്തിരി വലുതാവില്ല. അക്വാറിയത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ. ഇത് 6 ഇഞ്ച് സൈസാണ്. റെട്ടൈൽ കാറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്. 3 ഇഞ്ച് സൈസ് ഉണ്ട്. ഹോൾസെയിൽ റീറ്റെയിലുള്ളതാണ്, കൊടുക്കാനുള്ളതാണ്. സെനഗൽ ഐറ്റങ്ങൾ 2 അല്ല 3 ഐറ്റം ഉണ്ട്. ഒന്ന് ആൽബിനോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ എലിച്ചെറി 3 ഐറ്റം. ഇതിൻ്റെ വലുതും കിടപ്പുണ്ട്. ഇതിൻ്റെ വലിയ പീസുകൾ നമുക്ക്. സിൽവർ അരോണ ആൽബിനോയാണ്. ആൽബിനോ സിൽവർ അരോണയാണ്. കുഞ്ഞാണ്. ഒരടി ആയിട്ടില്ല. ഇതൊരു 8 ഇഞ്ചൊക്കെ സൈസ്. ഇതിൻ്റെ വലുതുണ്ട്. 1 അടി മുകളിലുള്ള 1.5 അടിയുടെ പീസും കിടപ്പുണ്ട്. ഇത് സിൽവർ ആൽബിനോ സിൽവർ തന്നെയാണ്. അതിൻ്റെ വലിയ പീസാണ്. 1.5 അടി സൈസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഇല്ല. സിൽവർ അരോണയ്ക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് വരുന്നത്? ഉണ്ടാവില്ല. ഇതിന് ഏഷ്യൻ അരോണകളിൽപ്പെട്ട ഗോൾഡൻ ഹൈബാക്ക് അരോണയാണ്. നല്ല സൈസാണ്. 1.5 അടി ഒക്കെ. ഏഷ്യൻ അരോണകൾക്ക് ലെങ്ത് ആകൽ ഇച്ചിരി കുറവായിരിക്കും. അവർക്കിനി വീതിയാണ് കൂടുതലും. നല്ല വീതിയിലേക്ക് വരും അവരിനി. സർട്ടിഫിക്കറ്റുള്ള പീസ് തന്നെയാണ്. ഇതിപ്പോൾ സെനഗലിൻ്റെ ഇച്ചിരി വലിയ പീസാണ്. 1 അടി അടുത്ത് വലുപ്പമുള്ള. അല്ല, ഇതിലും നല്ല വലുപ്പത്തിലേക്ക് വരും. ടൈം പിടിക്കും വരാൻ. ഇച്ചിരി നല്ല ഭംഗിയിലുള്ളതാണ്. ആൽബിനോ ഉണ്ട്, ആൽബിനോ പീസുകളുണ്ട്. എല്ലാം 2 പീസ് വലുതുണ്ടല്ലേ? ഒരു 2-3 പീസുണ്ട്. അവരൊക്കെ സൈസ് വരുന്നവരാണ്. ഇവർക്കിപ്പോൾ എന്ത് ഫീഡാണ് കൊടുക്കല്? ഇവർ ലൈവ് എടുക്കും. പെല്ലറ്റ് അത്രയും കഴിക്കില്ല. ലൈവ് ഫീഡുകളും ഡെഡും എടുക്കും. ലൈവും ഡെഡും എടുക്കും. ഇത് വരാലിൻ്റെ കുഞ്ഞുങ്ങളാ? ഇത് വരാലിൻ്റെ വിയറ്റ്നാം വരാൽ പറഞ്ഞിപ്പോൾ വളർത്താൻ പെല്ലറ്റൊക്കെ കഴിക്കുന്ന അത് തന്നെയാണ്. നന്നായിട്ട് പെട്ടെന്ന് തന്നെ വളർച്ചയുണ്ട് ഇവർക്ക്. ഇത് നമ്മുടെ സ്നേക്ക് ഹെഡിൻ്റെ കുഞ്ഞുങ്ങളാണ്. വലുത് കണ്ട ചെറുതാണ്. ഇത് ഇച്ചിരി വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. ഒരു 10 ഇഞ്ചൊക്കെ സൈസുള്ളവരാണ്. നല്ല
കളർ വരണമെങ്കിൽ വലിയ സൈസായി വരുന്നല്ലേ? ഒരടിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഇവർക്ക് നല്ല ബ്ലൂ ഷെയ്ഡിലേക്ക് കയറി വരും. ഇത് നമ്മുടെ കേരളക്കാരുടെ മെയിൻ കരിമീനാണ്. ഇച്ചിരി വലുപ്പമുള്ളതാണ്. ഇത് അത്യാവശ്യം ബ്രീഡിങ്ങിനൊക്കെ ആണെങ്കിലും സെറ്റ് ചെയ്യാറ് വലുപ്പത്തിലൊക്കെ ആയി. അതിന് പേൾ സ്പോട്ട് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. അവർ ശരിക്കും വളർത്തു മത്സ്യമായിട്ടും അലങ്കാര മത്സ്യമായിട്ടും ഒക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. കോഴിക്കാർപ്പുകൾ ഇത് പല വെറൈറ്റി നോർമൽ ഐറ്റങ്ങളും എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുന്നതാണ്. ഇത് വൈറ്റ് ഷാർക്ക്. വൈറ്റ് വാളാന്ന് പറയുന്നത് അക്വാറിയത്തിലൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. ഉപയോഗിക്കാൻ നല്ല വളർച്ചയുണ്ട് കേട്ടോ. വളർന്നതനുസരിച്ച് നല്ല വൈറ്റ് കളറിലേക്ക് ആവുകയും ചെയ്യും. ഇത് ജയന്റ് ഗൗരയിലെ വൈറ്റാണ്. ബ്ലാക്ക് ഐ അതൊരു ലക്ഷം കണ്ടിട്ടൊരു പേരായിട്ട് ഇപ്പോൾ ഉണ്ട്. ഹമ്പൊക്കെ ആണെങ്കിലും കാണിക്കുന്ന ഒരു മെയിൽ ഫീമെയിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം സെയിലിനുള്ളത് തന്നെയാണ്. അതെ സിൽവർ അരോണയുടെ ചെറുത്. ഈ ഒരു സൈസൊക്കെയാണ് എല്ലാവരും കോമൺ ആയിട്ട് വലുതാക്കാനായിട്ട്. ചെറുതാണ്, പക്ഷെ ഇത് ബ്ലാക്ക് ഐ അല്ല, റെഡ് ഐ ആണ്. റെഡ് ഐ ജയന്റ് ഗൗരയാണ്. ഇതും നല്ല വളർച്ച സൈസാകുന്നതാണ്. ഇത്തിരി സ്ലോ ഗ്രോത്ത് ആണെന്നേ ഉള്ളൂ. എസ് കെ ഗോൾഡ് വലുതുണ്ട്. ഇച്ചിരി വെയിൽറ്റെയിലുമാണ്. വെയിൽറ്റെയിലാണ്. ഭംഗിയുണ്ട്. കാരണം ഓസ്കാറിൻ്റെ തന്നെയാണ്. എല്ലാം ടൈഗർ, ആൽബിനോ, രണ്ട് വെറൈറ്റി. 4 ഇഞ്ച് ഗൗരാമി വെറൈറ്റിയിൽ മൂൺലൈറ്റ് ഗൗരാമിയാണ്. സൈസാകുന്ന കുറച്ചുകൂടെയൊക്കെ വലിപ്പം വെക്കുന്ന ഐറ്റം തന്നെയാണ്. പ്ലാറ്റുകൾ, റെഡ് പ്ലാറ്റി. അതെ ചെറിയ ലൈവ് ബെയറേഴ്സിൽ പ്ലാറ്റി മസ്റ്റായിട്ടും വേണ്ടതാണ്. നല്ല കളർഫുള്ളുമാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ പ്ലാറ്റി വെറൈറ്റീസ് ഒക്കെ ഹോൾസെയിലൊക്കെ എത്ര റേറ്റിലേക്ക് ഓർമ്മ? ഹോൾസെയിൽ പ്ലാറ്റി ഒരു 6 രൂപ മുകളിലേക്കാണ് തുടങ്ങുന്നത്. പല വെറൈറ്റി പ്ലാറ്റുകളുണ്ടല്ലേ? പല വെറൈറ്റി പ്ലാറ്റ് കൊണ്ടുവരുന്നതാ? ഫാമുകളിൽ നിന്ന് നമുക്ക് ഓരോ പല ഫാമുകളിൽ ചെയ്യുന്നവരുണ്ട്. അല്ല പ്ലാറ്റ് തന്നെയാണ്. ഇത് ബാർബ്, റോസി ബാർബ്, സോട്ടയിൽ ഐറ്റം. അത് മോളിയുടെ ഒരു മൂൺടൈൽ മോളി, പുതിയ വെറൈറ്റി വന്നതാണ്. പ്ലാറ്റി അത് റട്ടോ പ്ലാറ്റി. നല്ല മോളീസ്, പാണ്ടാമോളി. അതെ ആ റേഞ്ചിലൊക്കെ തന്നെ വരുന്നതാണ്. ഇത് ബലൂൺ മോളികളാണ്. ഇത് ഫുൾ ബ്ലാക്ക് ഗപ്പികളാണ്. ഫുൾ ബ്ലാക്ക് ആണ്. മിക്സ് ഗപ്പികളാണ്. ടൈഗർ ഓസ്കാർ ഇച്ചിരി വലിയവരാണ്. 5 ഇഞ്ചല്ല, ഒരു 7 ഇഞ്ച് അടുത്തുണ്ട്. നല്ല ഭംഗി. റെഡ് ഷെയ്ഡ് കൂടുന്നതനുസരിച്ച് ഷോപ്പിലുള്ള എല്ലാ ഫുഡുകളും നമുക്ക് ബേഡ്സിനും ഡോഗിനും ക്യാറ്റിനും ഒക്കെ ഉള്ള എല്ലാ ഐറ്റം ഉണ്ട്. കോഴിക്കും അങ്ങനെയുള്ള ഫിഷ് ഫുഡുകൾ എല്ലാ സൈസും തന്നെ ഉണ്ട്. കൂടുകൾ, ബ്രീഡിങ് കേജുകൾ, ബോക്സുകളൊക്കെ ഉണ്ട്. ഈ സെക്ഷൻ ശരിക്കും നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ആവശ്യമാകുന്ന എല്ലാ ഐറ്റങ്ങളും അതിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പിന്നെ ചെറിയ ബൗൾ ഐറ്റങ്ങൾ എല്ലാ ടൈപ്പും, ഗ്ലാസ് ബൗൾസ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മെഡിസിൻസ്, ഫിഷിൻ്റെ, ബേഡ്സിൻ്റെ ഒക്കെ മെഡിസിൻസ്. അതെ റൈഫേഴ്സിൻ്റെ ഫീഡുകൾ, ചിച്ചിൽഡിൻ്റെ ഉണ്ട്. പിന്നെ നമുക്ക് മൈക്രോ പെല്ലറ്റ്, ഗപ്പികളുടെ ഗപ്പി എല്ലാ ഐറ്റം തന്നെ ഉണ്ട്. നമുക്ക് ഫാമിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിൻ്റെ പേരൻസിനൊക്കെ ആണെങ്കിലും റൈഫേഴ്സിൻ്റെ ഫീഡ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഫുഡല്ലേ? നല്ല ഫുഡാണ്. നമുക്കൊരു ബ്രീഡിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കി കമ്പനികളുടെയും ഫീഡുകളുണ്ട്. നമുക്ക് പല കമ്പനികളുടെ ഫുഡ് അവൈലബിൾ ആണ്. പല റേറ്റിലുള്ളതാണ് പലതും.
പിന്നെ ഡോഗിനും ക്യാറ്റിനും ഒക്കെ ആവശ്യമായ ഷാമ്പുകൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങനെയുള്ള ഐറ്റങ്ങളും ഉണ്ട്. പിന്നെ ഡോഗിനും ക്യാറ്റിനുള്ള ഫുഡുകൾ അല്ലേ? ആ, ഡോഗ് ക്യാറ്റ് ഫുഡുകളുടെ ഒരു സെക്ഷനാണിത്. നമുക്ക് എല്ലാ ബ്രാൻഡിൻ്റെ തന്നെ ഫീഡുകൾ അവൈലബിൾ ആണ്. അത് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ടല്ലോ? അതുണ്ട്. നമുക്കത് പിന്നെ ചെടികൾ, പലതരത്തിൽ ചെടികളും ചട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് പോട്ടുകൾ എല്ലാ ഐറ്റം തന്നെ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും സിമെൻറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ഉണ്ട്. ചെടികൾ, ഫ്ലവറിങ് പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റുകൾ വരുന്നേ ഉള്ളൂ. പിന്നെ ഇൻഡോർ പ്ലാന്റുകളുണ്ട്. പല വെറൈറ്റി ചെടികളെല്ലാം. അതെ. ഇവർ നമ്മുടെ കടയിലെ ഷോപ്പ് മാനേജ് ചെയ്യുന്ന ആണ്. കടയുടെ പേര് ഇതേതാ ഐറ്റംസ്? ഇത് ബാൻഡം ആണ്, വൈറ്റ് കളറുള്ളത്. ഇത് വൈറ്റ് ഉള്ളത്. ഇത് മൂന്നും പെടകളാ? ഇല്ല, ഒരു മെയിലും 2 ഫീമെയിലും ആണ്. അതാണ്. ഇത് സൈസായി അപ്പോൾ? ഇത് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതെ, അവിടെ കാണാമല്ലോ, മുട്ട ഇടുന്നവരാണ്. അപ്പോൾ 2 ഫീമെയിലും മെയിലും അങ്ങനെ ഇടേണ്ടത്? ഇട്ടേക്കുന്നത്. അതെ. നല്ല രസമുണ്ട് കാണാൻ. ഇത് സിൽക്കി വെറൈറ്റി ആണ്. സിൽക്കി വെറൈറ്റി വരുന്നത്. ഇതിപ്പോൾ ഇത് മെയിലല്ലേ? ഇതൊരു മെയില്, 2 ഫീമെയിലാണ്. സിൽക്കി വെറൈറ്റി നല്ല വെള്ളയായിട്ട് ഇങ്ങനെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള തൂവലൊക്കെയാണ് അവരുടെ. ഇതിപ്പോ മുകളിൽ കയറുന്നത് ഇച്ചിരി പറക്കാൻ താല്പര്യം കൂടിയ ആൾക്കാരാണ് ഇത്. മിക്കവാറും രാത്രിയിലൊക്കെ മുകളിൽ കയറിക്കൂലേ? മില്ലി ഫ്ലവർ എന്ന് പറഞ്ഞ നെല്ലി ഫ്ലവർ. നല്ല പുള്ളിക്കുത്തോടുകൂടിയ ഡിസൈൻ, കാലെ ബൂട്ടും. ഈ കാണുന്നേ ഇത് മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. സൈസേ വരുള്ളൂ അല്ലേ? സിൽവർ സെപ്പറേറ്റും ഗോൾഡൻ സെപ്പറേറ്റും ഉണ്ട് ഇതിനകത്ത്. ഇത് ഗോൾഡൻ മൊയിൽ. ഇത് ഏത് ഐറ്റം മൊയിലാണ്? ഇത് ഗ്രേ ജൈന്റ് കുഞ്ഞുങ്ങളായില്ലേ? കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ. പിന്നെ വൈറ്റ് ഉണ്ടല്ലേ കിടക്കണോ? അത് 1-2 കുഞ്ഞ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് സെയിൽ ചെയ്യാനല്ലേ അവിടെ? ഇതിന്റെ കുഞ്ഞ് നമ്മൾ ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേനും സെയിൽ ചെയ്യും. ഇപ്പൊ ഈ കാണുന്നത് ഏതാ? ഇത് ഈജിപ്ഷ്യൻ ഫയോമി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. ഇത് അവരുടെ അവിടുത്തെ നാടൻ കോഴിയാണെന്നാണ് പറയണത്. ഈജിപ്തിലെ നല്ല രീതിയിൽ മുട്ടയിടുന്ന കോഴിയാണ്. നമ്മൾ പേടിയുള്ള മാറ്റല്ലേ? അതിൽ കുറെ പീസുകളുണ്ടല്ലോ. ഇതുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടയിടുന്നതായത് കാരണം കുറച്ചധികം അലങ്കാരമായിട്ടാണ് വന്നത്. അലങ്കാരത്തിനും ഇപ്പൊ പോകുന്നുണ്ട്. എല്ലാം ഒരേ കണക്ക് തന്നെ ഇരിക്കുള്ളൂ. പൂവിനൊക്കെ നല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഇവിടുത്തെ ഫാമത്തെ ഫിഷുകളെ കണ്ടു, അക്വേറിയം ഷോപ്പിലുള്ള കുറച്ച് പെറ്റ്സുകൾ, ലവ് ബേർഡ്സ് ഒക്കെ കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇത്രയും ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അതെ, നമ്മൾ ഹോൾസെയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷനും ഷോപ്പിൽ നിന്നാണ്. അവിടെ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ഹോൾസെയിൽ ആണെങ്കിൽ എവിടെയും വേണ്ടി എത്തിച്ചു. എവിടെയാണ് ഓർഡർ അനുസരിച്ച് നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ബേർഡ്സുകളൊക്കെ ഒരാൾക്ക് അയച്ചു കൊടുക്കണം പറഞ്ഞല്ലോ. ഇപ്പോൾ വലിയ വില കൂടിയ ബേർഡ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണെങ്കിൽ? ബേർഡ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വന്ന് കളക്ട് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ബയറിനെ സംബന്ധിച്ചോളം നല്ല. കാരണം ബേർഡ്സിന്റെ ക്വാളിറ്റി വില കൂടിയ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വെച്ച ഒരു റിസ്ക് ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ വന്ന് എടുക്കാൻ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതെ, ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. മൂന്നാമത്തെ വീഡിയോ വരാൻ പോകണുള്ളൂ. രണ്ടാമത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും